ഇവിടെ പുല്ലാട്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ കടന്നു വരുന്നത്. ഈ ഹോളിൽ ആദ്യമായിട്ടാണ്. ഭവനത്തിൽ തുടങ്ങിയപ്പോൾ ഞാൻ മസ്കറ്റിലായിരുന്നപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് 2 പ്രാവശ്യം കടന്നു വരുവാനും ഭവനം ശുശ്രൂഷിക്കുവാനും ഒക്കെയും വലിയവനായ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്നാൽ ഇത്രയും വിശാലമായിട്ടൊരു ഹോളും ഇത്രയും ദൈവമക്കളും കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ചെയ്ത എല്ലാ വൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മസ്കറ്റിൽ അമരിയായിൽ ഫ്രൈഡേ ആരാധന കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് നടക്കുന്ന പ്രിയ രാമച്ചാൻ്റെയും മണിയാൻ്റിയുടെയും ഭവനത്തിലാണ്. ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം പായൊക്കെ ഇട്ട് റെഡിയാക്കി എല്ലാവരെയും സ്വീകരിക്കുവാൻ ആ കുഞ്ഞുങ്ങൾ അത്രമാത്രം താല്പര്യത്തോടെ ദൈവമക്കളെ സ്വീകരിക്കാൻ വേണ്ടി രാമച്ചാനെക്കാട്ടിലും മണിയാൻ്റിയെക്കാട്ടിലും മുന്നിൽ പ്രത്യാശയോടെ അവർ കുഞ്ഞുങ്ങൾ പായൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ അവസ്ഥ എൻ്റെ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഞങ്ങൾ മസ്കറ്റിലായിരുന്നപ്പോൾ അവിടെ പല കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പല ജീവിതങ്ങളെ യേശുവിലേക്ക് ആദായപ്പെടുത്തുവാനും ഇപ്പോൾ അമേരിക്കയിലും നമ്മുടെ ഇവിടുത്തേക്കാട്ടിലും കൂടുതൽ അല്ലെങ്കിൽ യൗവനക്കാർ കടന്നു വന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ജോലിയുടെ ഭാരത്തിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അന്ന് വലിയ തീക്ഷ്ണതയോടെ ഇരുന്ന ഒരു അനുഭവം 91 ഞാൻ മസ്കറ്റിൽ ഇറങ്ങിയതാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. 91 ജൂലൈ മാസം 17-ാം തീയതി ഞാൻ മസ്കറ്റിൽ ആദ്യമായിട്ട് അവിടെ ഇറങ്ങുവാൻ സാധിച്ചു. അതിന് ശേഷമായിട്ട് പ്രിയ രാമച്ചാനെയും മണിയാൻ്റെയും പരിചയപ്പെടുവാനും തിരുവനന്തപുരത്തെ കുഞ്ഞച്ച വർഗീസ്ചാനും അവിടുത്തെ ബാങ്കിലെ അച്ചൻകുച്ചാനുമാണ് എന്നെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയത്. അവിടെ വചനം സൂക്ഷിക്കാനും അവിടുത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനൊക്കെയും ദൈവം എനിക്ക് കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം. അത് മുതൽ പ്രിയ ആൻറ്റിയുമായിട്ട് പല ഹോള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പല രോഗികളായിട്ട് നമ്മുടെ മലയാളികളായാലും മറ്റുള്ളവർക്കും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ആൻറ്റി വിളിക്കും ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ സോഹാറിൽ ഒരു സിസ്റ്റർ അനില വർഗീസ് എന്ന് പറഞ്ഞൊരു സഹോദരി ആഴ്ചയുടെ മസ്കറ്റിൽ വന്നിട്ട് 3 മാസമേ ആയുള്ളൂ. ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് അല്ലെങ്കിൽ കോള ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. ആൻറ്റിയൊക്കെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. വഴിമധ്യേ പിന്നെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി ഒരു സ്റ്റാഫ് ലോകത്തോട് മാറ്റപ്പെട്ടു. ഈ അനില വർഗീസ് എന്ന് പറയുന്നവർക്ക് ക്രിട്ടിക്കൽ കെയറിലാണ്, വളരെ പ്രയാസത്തിലാകുന്നു, ആ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കുന്നു എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ICUവിലാണ്, അങ്ങോട്ട് കടന്നു ചെല്ലാൻ പോലും കഴിയത്തില്ല. ഞാനിവിടെ നിന്ന് ഓർത്തു, പെട്ടെന്ന് ഞാൻ മണി ആൻറ്റിയെ വിളിച്ചു. ആ ഹോസ്പിറ്റലിലെ ചാർജ് ഉണ്ട്, ആൻറ്റി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ICUവിലേക്ക് ഒന്ന് കടന്നു പോയി പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആൻറ്റിയെ വിളിച്ച് ഞങ്ങളും എല്ലാം കൂടെ ICUവിലേക്ക് കടന്നു ചെന്ന് ഡോക്ടർമാർ പറഞ്ഞ് 24 മണിക്കൂറിനകം തൻ്റെ മകൾ ലോകത്തൊന്ന് മാറ്റപ്പെടുമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ സ്ഥാനത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആ ജീവനെ തിരിച്ചു പിടിക്കുവാൻ ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാരുടെ ഹല്ലേലൂയ പ്രാർത്ഥന വിലയേറിയെന്ന് കേൾക്കുവാൻ പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ആ സന്ദർഭമൊക്കെ ഓർത്തു. തൻ്റെ മകൾ മുഖാന്തരം ഞങ്ങൾക്ക് ICUവിൽ ആരെയും കയറ്റത്തില്ല, ക്രിട്ടിക്കൽ കെയറില്ല, ഞങ്ങൾക്കൊന്നുമേ സാധിക്കത്തില്ല. തൻ്റെ മകൾ മുഖാന്തരം അവിടേക്ക് കടന്നുപോയി തൻ്റെ മകൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ. പിന്നെ ഞങ്ങൾ സഭയായിട്ട് മസ്കറ്റിലുള്ള എല്ലാ പ്രയർ ഗ്രൂപ്പുകാരും ഹല്ലേലൂയ മിരിയാലേ ഹല്ലേലൂയ പ്രയർ ഗ്രൂപ്പിൽ പൂർണ്ണമായിട്ട് അതിന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. ഇന്ന് സഹോദരി എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എങ്കിലും ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. തൻ്റെ മകളെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തീരുമാനത്തോടെ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ആയിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിവിടേക്ക് കടന്നു വരും. ഞങ്ങൾ ഇപ്പോൾ 20 വർഷമായി ഞാൻ അമേരിക്കയുടെ പ്രദേശത്ത് ആയിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അവിടെയും ഞങ്ങൾക്ക് ഈ കോവിഡ് എല്ലാ ശനിയാഴ്ചയും എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനയൊന്ന് ഹല്ലേലൂയ നിന്നുപോയി. എന്നാൽ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ആ പ്രാർത്ഥന തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ നന്ദിയോടെ അനേകർക്ക് വിടുതലായി തീരുവാൻ, അനേക രോഗികൾ സൗഖ്യമാകുവാൻ, അനേകരുടെ ഭാര്യകൾ കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ, ഈ യേശുവിനെ അറിയുവാനൊക്കെയും ദൈവം അവിടെ നിന്ന് കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച 4-ാം തീയതി എൻ്റെ മൂത്ത മകളുടെ വിവാഹമായിരുന്നു ഈ കോഴഞ്ചേരി മർത്തോമ പള്ളി വെച്ച്. ഞാൻ അതിനു മുമ്പ് തന്നെ അമേരിക്കയിൽ ഇരുന്നപ്പോൾ തന്നെ പ്രിയ രാമച്ചാൻ്റെ നമ്പർ എടുത്ത്, എൻ്റെ നമ്പറില്ലായിരുന്നു, പ്രിയ വർക്കിച്ചാനോട് എൻ്റെ മോനെ വിളിച്ച് അവനോട് ചോദിച്ചു, പപ്പായുടെ നമ്പർ തന്നു. അതിന് ശേഷമാണ് എനിക്ക് വർക്കിച്ചാനാണ് എനിക്ക് രാമച്ചാൻ്റെ നമ്പർ തന്നത്. എൻ്റെ നമ്പറില്ലാത്തതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് പ്രിയ ആൻറ്റിയൊക്കെ വിളിച്ച് കടന്നു വരികയും ഞങ്ങൾക്ക് മസ്കറ്റിലുള്ള 50 പേര്, എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ളത് എനിക്ക് മസ്കറ്റിലുള്ള ആൾക്കാരാണ്. അമേരിക്കയിൽ അത്രയും പോലും കൂട്ടുകാരില്ല. ഹല്ലേലൂയ മസ്കറ്റിൽ 50 പേരെ വിളിച്ചു, 45 പേരും ഹല്ലേലൂയ കടന്നു വന്നു നന്ദിയോടെ സ്തോത്രം വിഭാഗത്തിൽ പങ്കെടുക്കുവാനും ഞങ്ങളെ ആ റീയൂണിയൻ ആയി തീരുവാനും ഒന്നുകൂടെ ആ ആത്മീയ സന്തോഷം പങ്കുവെക്കുവാനും സ്വർഗ്ഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
ഹല്ലേലൂയ. നന്ദിയോ പൗലോസ് പറയുന്നു, ഈ സ്നേഹത്തിന് ഒന്നിനാലും എന്നെ വേർപിരിക്കുക. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും നിന്റെ സ്നേഹത്തിനൊന്നിനാലും എന്നെ വേർപിരിക്കരുത്. ഹല്ലേലൂയ. ആ മസ്കറ്റിലെ ആ സ്നേഹമാണ് ഇവിടെ വരെയും ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. നന്ദിയോടെ സ്തോത്രം. അതിനുശേഷമായിട്ട് വത്തയ്യായിൽ ഞങ്ങൾക്കൊരു പ്രയർ ഉണ്ടായിരുന്നു. അവിടെയും ഉണ്ട്. രാമച്ചാൻ്റെ സഹോദരൻ തമ്പിച്ചാൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് പ്രയറുണ്ട്. അവിടെയും ഞങ്ങൾ കടന്നു പോകും. ഇന്ന് വരെ ഞാൻ പറയട്ടെ, മസ്കറ്റിൽ അനുഭവിച്ച ഒരു സന്തോഷം ഇന്ന് വരെയും ഞങ്ങൾ അമേരിക്കയിൽ എല്ലാം ഉണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, ബാക്കി എല്ലാം ഉണ്ടെങ്കിലും ആ മസ്കറ്റിലെ ലൈഫിൽ ആ ഒരു പ്രാർത്ഥനയും ആ ഒരു സന്തോഷവും ആ ഒരു കൂട്ടായ്മയും ഇന്ന് വരെ 20 വർഷത്തോളം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നന്ദിയോടെ സ്തോത്രം. അതാർക്കും ലഭിക്കത്തില്ല. അവിടെ ഒരു സഹോദരൻ, ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, പറഞ്ഞു ടൈം ഈസ് മണി എന്നാണ് പറയുന്നത്. ഒരു നിമിഷം 1 മണിക്കൂർ ജോലി ചെയ്താൽ അതിനനുസരിച്ചുള്ള പൈസ കിട്ടും, അതിനനുസരിച്ചുള്ള ചിലവുണ്ട്. അപ്പോൾ പൈസ ഇല്ല എങ്കിൽ അവിടെ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിനെക്കാട്ടി കൂടുതലും ജോലിക്ക് വേണ്ടി ഓവർ ടൈം ചെയ്യുവാനും ഒക്കെയും കടന്നു പോകുന്ന അവസ്ഥയാണ്. നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഞങ്ങളെ കുടുംബമായിട്ട് ഹല്ലേലൂയ നന്ദിയോടെ ബെന്യാമിൻ ഗോത്രത്തിൽ ചെറുതായിരുന്നാലും ദൈവം ഞങ്ങളെ ക്ഷേമമായി ഹല്ലേലൂയ ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. 2006 എനിക്ക് വചനത്തോടനുബന്ധിച്ച് അനേക കാര്യങ്ങൾ സാക്ഷ്യം പറയാൻ ഉണ്ട്. നന്ദിയോടെ സ്തോത്രം. എന്നാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. 2006 മുതൽ ഇതുവരെയും 37 ദൈവദാസന്മാർ, എൻ്റെ ചെറിയ ഭവനമെങ്കിലും ദൈവദാസിമാർ എൻ്റെ ഭവനത്തിൽ മാസങ്ങളോളം താമസിച്ച് അവരെ ശുശ്രൂഷിച്ച് അവരെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവർക്ക് കൺവെൻഷൻ പ്രാസംഗികരായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം ഓരോ സ്ഥാനത്ത് കൊണ്ടുപോയി അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ വലിയവനായ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു. വയലത്തില അവറാച്ചാൻ്റെ ഹല്ലേലൂയ നന്ദിക്ക് മകൾ, രണ്ടാമത്തെ മകൾ മേഴ്സി തോമസ്, അവിടെ ഹല്ലേലൂയ PC നായിക്കിൻ്റെ കൺവെൻഷന് വന്നപ്പോൾ ഒരു ഭവനത്തിലെ ഒരു വ്യക്തി 11 മുറിയുള്ള ഒരു വീടുള്ള ഒരു മസ്കറ്റിലുള്ള ഞങ്ങളുടെ അവിടെ അമേരിക്കയിലുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അവിടെ പുള്ളിക്കാരിയെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഹല്ലേലൂയ പുള്ളിക്കാരി എയർപോർട്ടിൽ വന്നപ്പോൾ തൻ്റെ ദാസൻ അവിടുന്ന് കാലുമാറി അവരെ വിളിക്കുവാനോ അവരെ കൊണ്ടുപോകാനോ സാധിക്കാതെ വന്നു. മറ്റൊരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, സഹോദര ഇങ്ങനെയാണ് ഒരു സംഭവം, എന്നുകൊണ്ട് താമസിക്കാനൊരിടമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭവനം ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ ഇവിടെ എയർപോർട്ടിൽ ജോലി ചെയ്യുകയാണ്, ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് എൻ്റെ വൈഫിനോട് പറഞ്ഞു. എല്ലാം വീടുകൾ ക്രമീകരിക്കാൻ പറഞ്ഞു. അതിന് ശേഷമായിട്ട് തൻ്റെ മകൾ 1 മാസക്കാലം എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. നന്ദിയോടെ അത് വന്നു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ സഹോദരി ഹല്ലേലൂയ മസ്കറ്റിലുണ്ടായിരുന്നത് കാണുവാൻ അറിയാൻ സാധിച്ചു. ഞങ്ങളൊരു കൂട്ടായ്മയിലായിരുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഏറ്റവും വലിയ കൺവെൻഷൻ പ്രാസംഗികയായിരിക്കുന്ന മേഴ്സി തോമസ് വരെയും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ആയിരുന്നു പ്രാർത്ഥിപ്പാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം. അബ്രഹാമിനെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഈ ദേശത്ത് കടന്നു വന്ന് ദൈവമക്കളോട് ഒപ്പം ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാലത്തെ നമുക്കൊരു ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജൂലൈ മാസം 12-ാം തീയതി ഈ ഹല്ലേലൂയ പ്രേ ഗ്രൂപ്പിൽ കർത്താവേ ഇത്രയും തൻ്റെ മക്കളോടൊപ്പം തൻ്റെ ശ്രേഷ്ഠന്മാരോടുകൂടെ പങ്കുവന്ന കർത്താവേ, ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇന്ന് ഒന്നിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വചനം അങ്ങയുടേതാണ്, പറയുന്ന അടിയൻ അങ്ങയുടേതാണ്, കേൾക്കുന്നതിൻ്റെ ജനവും അങ്ങയുടേതാണ്. ഞങ്ങൾ ഒരുപോലെ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക ഓർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അബ്രഹാമിൻ്റെ യാത്രയാതിൽ ആശീർവദിച്ചാമോദമായി, അബ്രഹാമിൻ്റെ യാത്രയാതിൽ ആശീർവദിച്ചാമോദമായി, ആഗാരിൻ്റെ ആവശ്യങ്ങൾ ആരാഞ്ഞതു നൽകിയോനേ, ആഗാരിൻ്റെ ആവശ്യങ്ങൾ ആരാഞ്ഞതു നൽകിയോനേ, 1000 ദൂതാകേണം
1000 തേരാളികൾ എൻ്റെ പിൻപാട മുൻപാടയായി അധികാരമായി നിന്നിടട്ടെ. എൻ്റെ പിൻപാട മുൻപാടയായി അധികാരമായി നിന്നിടട്ടെ. 1000 ദൂതഗണം. നമുക്ക് ഈ വാക്യമൊക്കെയും പരിചയമാണ്. ഏലിയാവും ഏലിശായും ഹല്ലേലൂയ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. അവർക്കൊരു പുറപ്പാട് ആവശ്യമായിരുന്നു. നന്ദിയോടെ സ്തോത്രം. ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് ഏലിശാമേലിട്ടപ്പോൾ ഏലിയാവിനോട് കൂടെ ഹല്ലേലൂയ യാത്ര ചെയ്ത അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഏലിയാവും ഏലിശായും അവരെ പുറപ്പെട്ടു. ഏലിശായ്ക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം. ദൈവിക ശക്തി പ്രാപിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ഹല്ലേലൂയ തിരുവചനം നമ്മളെ ചോദിക്കുമ്പോൾ ഏലിയാവ് 8 അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പുതപ്പിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. എന്നാൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാമെന്ന് ഏലിശാ ഹല്ലേലൂയ തീരുമാനിച്ച ആ വാഞ്ചയോടെ തൻ്റെ 12 കാളെ പൂട്ടി ഉഴുതുകൊണ്ട് നിന്നപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പ് ഏലിശാമേൽ ഇട്ട് കഴിഞ്ഞപ്പോൾ സകലതും വിട്ട് ഏലിയാവിൻ്റെ പുറകെ കടന്നുപോയതാണ് ഏലിശ. നന്ദിയോടെ സ്തോത്രം. എന്നാൽ അവരൊരു പുറപ്പാട് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ഗിൽഗാലിൽ നിന്ന് അവർ പുറപ്പെട്ടു. നന്ദിയോടെ സ്തോത്രം. പ്രശ്നങ്ങൾ ഗിൽഗാലിൽ നിന്ന് വെച്ചാൽ യോശുവയുടെ പുസ്തകം ഹല്ലേലൂയ 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എന്തു പേർ പറഞ്ഞു? ഗിൽഗാൽ. ആ നീക്കിക്കളയുന്ന ഒരു സ്ഥലമാണ് ഗിൽഗാല്. നന്ദിയോടെ സ്തോത്രം. ഈ ഗിൽഗാലിൽ ഹല്ലേലൂയ നിന്ദയുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ, പലപ്പോൾ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ല രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് പുറപ്പെട്ട് അല്ലെങ്കിൽ ഈ ബൈബിൾ ഒന്ന് എടുത്ത് ഒരു നേരം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിടുതൽ ഉണ്ട്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഈ കഷ്ടത വന്നത് എനിക്ക് ഗുണമായി. കഷ്ടത പല ജീവിതത്തിൽ പല അനുഭവങ്ങളിൽ കൂടെയാണ് കടന്നു വരുന്നത്. ചിലപ്പോൾ തലമുറയിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ ഭർത്താക്കന്മാരിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ മക്കളിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ അല്ലെ സാമ്പത്തിക പ്രയാസത്തിൽ കൂടെ ആയിരിക്കും. ഏത് തന്നെയായാലും ദൈവസന്നിധിയിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ഗിൽഗാലിൽ നമ്മൾ ഇറങ്ങി ഈ കറുത്ത ബൈബിൾ എടുത്തുകൊണ്ട് അല്ലെ എനിക്കൊന്ന് പറയുവാൻ സാധിക്കും, ഞാൻ എന്ന് ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയോ അന്നു മുതലാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അന്ന് കഷ്ടതയും പ്രയാസവും ഉണ്ടായിരുന്നു. പല വ്യക്തികള് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ ഭാവി എന്താകും? നീ ബൈബിൾ എടുത്തുകൊണ്ട് പോയിട്ട് ഹല്ലേലൂയ നിനക്ക് എന്ത് ലഭിക്കും? ഹല്ലേലൂയ മറ്റൊരു ഉപജനമാർഗം ഒന്നും ഇല്ലാഞ്ഞിട്ടാന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ വ്യക്തികളുണ്ട്. നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാനൊരു തീരുമാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പൗലോസിനെ പോലെ പകൽ കൂടാരപ്പണിയും രാത്രി കർത്താവിൻ്റെ വേലയും ഒരു ജോലിയോടുള്ള അനുബന്ധത്തിൽ മാത്രമേ ഞാൻ സുവിശേഷ വേല ചെയ്യുകയുള്ളെന്ന് അന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനമെടുത്തതാണ്. നന്ദിയോടെ സ്തോത്രം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഉത്തമം എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് കടന്നുപോയി. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഷാരോൺ സഭയുടെ പ്രസിഡന്റായിരിക്കുന്ന TJ കോശി സാറ് എൻ്റെ മണക്കാലയാണ്, എൻ്റെ വീട് അടൂരാണ്, ഞങ്ങൾ ഏറ്റവും അയൽവക്കക്കാരാണ്. എൻ്റെ വചന ശുശ്രൂഷ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ അമേരിക്കയ്ക്ക് വിടാം, അതിൽ നിനക്ക് നല്ലൊരു സഭ തരാം, 3 വർഷക്കാലം ബൈബിൾ കോളേജ് മണക്കാലയിൽ പഠിച്ചാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഒരു സഭയുടെ ചുമതലയേറ്റുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ച് ഒരു സുവിശേഷ വേല ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെയും ഹല്ലേലൂയ നിരസിക്കുകയാണ് ചെയ്തത്. നന്ദിയോടെ സ്തോത്രം. അതിനുശേഷമായിട്ട് ഹല്ലേലൂയ നന്ദിയോടെ 91 മസ്കറ്റിലേക്ക് കടന്നുപോയി. ജോലിയിൽ കൂടെയും ഹല്ലേലൂയ അതിന് ശേഷമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം പടിപടിയായിട്ട് നമ്മെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഗിൽഗാലിൽ നിന്ന് നമ്മളൊരു പുറപ്പാട് ആവശ്യമാണ്. ദൈവവചനം ദിവസവും വായിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഒരു തീരുമാനത്തോടെ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നമ്മളൊരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഹല്ലേലൂയ ഇറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യരെ പോലും ദൈവം വെറുതെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ അത് പറയുവാൻ സാധിക്കും.
91 ഞാനിപ്പം മസ്കറ്റ് ഇറങ്ങി 92 ഹല്ലേലൂയ ടൊയോട്ടയിൽ ഞാൻ ജോലി ചെയ്യുകയാണ്. അവിടെ വളരെ പ്രയാസത്തിൽ ഹല്ലേലൂയ ഒരു ചൂടേറിയ ഒരു ഗാലായിൽ, ആൻറ്റിക്കൊക്കെ അറിയാം, ഗാലായിൽ വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ പഴുത്തിരിക്കുന്ന ആ വാഹനത്തിൽ നിന്ന് എന്തെങ്കിലും അതിൻ്റെ നമ്പരൊക്കെ എടുക്കുകയും ചെക്ക് ചെയ്യുകയും വേണം. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത്രയും വലിയൊരു പ്രയാസമായിരിക്കുന്ന ഒരു ജോലിക്ക് ആണോ നീ എന്നെ ഇങ്ങോട്ട് അയച്ചതെന്നൊക്കെ ചോദിച്ചു. മസ്കറ്റിലെ ആ പൊള്ളുന്ന വെയിലത്ത് കടന്നു പോയിരുന്ന് ഞാൻ ഒരിടത്ത് ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് കർത്താവ് മതിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അല്പം ഒന്ന് മയങ്ങാന്ന് പെട്ടെന്നൊരു മയക്കം വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പെട്ടെന്നൊരു സെബലൂന് കൊടി അടയാളം കൊടുത്തതുപോലെ അമേരിക്കൻ്റെ ഒരു ഫ്ലാഗും കാണിച്ചു. ഞാൻ നിന്നെ അമേരിക്കയിൽ അയക്കുമെന്ന് എന്നോടൊരു വാഗ്ദത്വം ചെയ്തു. നന്ദിയോടെ സ്തോത്രം. അതുമുതൽ ഞാൻ പറഞ്ഞ കർത്താവ് എൻ്റെ പ്രിയ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം എന്നെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഹല്ലേലൂയ അതുകൊണ്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ് ഞാൻ നിന്നെ അവിടെ നിന്ന് അയക്കുമെന്ന് പിന്നെയും ഒരു ശബ്ദം കേൾക്കും. 2 എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. അബ്രഹാമേ അബ്രഹാമേ, ഹാഗാരേ ഹാഗാരേ. ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അത് സംഭവിക്കുക തന്നെ ചെയ്യും. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. നന്ദിയോടെ സ്തോത്രം. ടൊയോട്ടയിലെ ജോലിയൊക്കെ ഞാനൊരു പ്രവചനം ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ മാനേജർ, അടൂരൊരു മാനേജറുണ്ട്, ആ മാനേജറുടെ അടുത്ത് വീട് പണിയും മനോഹരമായിട്ട് പണിതുകൊണ്ടിരിക്കുന്നു. പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാനേജറുടെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വീട് നിൽക്കുന്നത് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയുമാണ്. ഇവിടെയാണെന്ന് വെച്ചാൽ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്നത് ഇതിന് ഇച്ചിരി പ്രയാസമുണ്ട് എന്ന് ദൈവാത്മാവിനോട് സംസാരിച്ചു. എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയുന്ന ഒരു അനുഭവമാണ്. ഞാനത് പറഞ്ഞു. അതിൻ്റെ ശേഷമായിട്ട് മസ്കറ്റിൽ ചെന്നു. പ്രവചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു പ്രയാസമായി തീർന്നു. എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടു. നന്ദിയോടെ സ്തോത്രം. പലരും വിചാരിക്കും ഈ മാനേജരോട് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും, അതുകൊണ്ട് പറയണോ വേണ്ടായോ എന്ന് പലരും ചിന്തിക്കും. എന്നാൽ ഞാൻ വിചാരിച്ചു ജോലിയല്ല വലുത്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ അരുളപ്പാട് അറിയിക്കാൻ പറഞ്ഞാൽ ഹല്ലേലൂയ നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. നന്ദിയോടെ സ്തോത്രം. നാഥാന് ചിലപ്പോൾ ദാവീദിൻ്റെ പവറുണ്ട്, അധികാരമുണ്ട്, രാജാവാണ്, നാഥാനെ വേണമെങ്കിൽ കൊല്ലാൻ വലിയ അധികാരമുണ്ട്. എന്നാൽ നാഥാൻ അതിനൊന്നും പേടിക്കാതെ അവിടെ ചെന്ന് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഹല്ലേലൂയ പ്രകാരം ഞാൻ ആ പ്രവചനം പറഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് നന്ദിയോടെ സ്തോത്രം. ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു, എങ്കിലും എൻ്റെ ദൈവം എന്നെ അവിടെ കരുതി. ഹല്ലേലൂയ അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് അമേരിക്കയിൽ എത്തുവാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇന്നും അവിടെ മസ്കറ്റിൽ തന്നെ കിടക്കത്തേ ഉള്ളായിരുന്നു. നന്ദിയോടെ സ്തോത്രം. അത് ഹല്ലേലൂയ ആ ജോലി നഷ്ടപ്പെട്ടപ്പോഴും ഇന്നും കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. അന്നു മുതൽ ഇന്നു വരെയും ആ വീടിന് പ്രവചനം പറഞ്ഞത് പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് അവർ പറഞ്ഞു. അന്നുവരെയും കഷ്ടതയാണ്. അവർ ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും അനുഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് മാറി വേറൊരു വീട് വെക്കുന്നത് ആണ് നല്ലതെന്നാണ് അന്ന് പറഞ്ഞത്. നന്ദിയോടെ സ്തോത്രം. എന്നാൽ കഷ്ടത ഹല്ലേലൂയ ആ വീടിനെ ഒഴിയാതെ ഇന്നും ഒരു ബാധ്യതയായി ആ ഭവനം തീർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കൾ ഹല്ലേലൂയ തീക്ഷ്ണതയോടെ മുന്നോട്ട് ഇറങ്ങി. ജോലി നഷ്ടപ്പെടട്ടെ, ഹല്ലേലൂയ സഹോദരങ്ങൾ നമ്മളെ ദുഷിക്കട്ടെ, ഹല്ലേലൂയ കുടുംബക്കാർ നമ്മളെ ഹല്ലേലൂയ പഴിക്കട്ടെ, ദൈവവചനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നുപോയാൽ നമ്മുടെ സകല വിഷയത്തിനു വേണ്ടി പരിഹാരം തരും. ഏലിശായും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. നിന്നയുള്ള സ്ഥലത്തു നിന്ന് പലരും നമ്മളെ നിന്ദിക്കുമ്പോൾ, നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, അവർക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നന്ദിയോടെ നോക്കണമേ. ക്രൂശിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അവരവിടുന്ന് ഹല്ലേലൂയ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. അവർ പിന്നെ എവിടേക്ക് പോയി? ബേഥേലിലേക്ക് പോയി. നന്ദിയോടെ സ്തോത്രം. യാക്കോബ് നമുക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ യാക്കോബ് ഹല്ലേലൂയ തലയണ കല്ലായിട്ട് വെച്ചിട്ട് അവൻ അവിടെ കിടന്നുറങ്ങി. അവനൊരു ദർശനം കണ്ടു. ഇതാ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നൊരു കോവേണി. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. അവൻ ആ കല്ലെടുത്ത് വെച്ചിട്ട് ഹല്ലേലൂയ നാട്ടിട്ട് പറഞ്ഞു. പണ്ട് അതിന് ലൂസ് എന്നായിരുന്നു, അതൊരു ബേഥേലാക്കി തീർത്തു. നന്ദിയോടെ സ്തോത്രം. ബേഥേൽ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവ ഭവനം, അപ്പത്തിൻ്റെ ഹല്ലേലൂയ നാട്, ദൈവഭവനം എന്നാണ്. നമുക്ക് നിന്ന കഴിഞ്ഞ് ഒരു സന്തോഷത്തിൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്ന് ഹല്ലേലൂയ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു. മക്കളൊക്കെ വിദേശത്തായി ഹല്ലേലൂയ ഒരു സ്വസ്ഥമായിട്ടിരുന്ന് രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയും ഹല്ലേലൂയ സ്തുതിയും സ്തോത്രവും ഒക്കെയും ഈ ബേഥേലിൽ ഉണ്ട്. നന്ദിയോടെ സ്തോത്രം. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. നന്ദിയോടെ സ്തോത്രം.
അപ്രകാരമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ബഥേലിൻ്റെ അനുഭവമാണ്. ഇപ്പോൾ നമുക്കറിയാം, മക്കളൊക്കെ വിദേശത്താണ്, അല്ലെങ്കിൽ അമേരിക്കയിലാണ്, ഓസ്ട്രേലിയയിലാണ്, ന്യൂസിലൻഡിലാണ്. ഇപ്പോൾ ഇനി പ്രാർത്ഥനയും ഇതൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രയർ ഗ്രൂപ്പിലൊന്നും വരണ്ട, ഭവനത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പലരും നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല, നമ്മളെ വിളിച്ചിരി നമുക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഈ തന്നതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും. ഹല്ലേലൂയ. ദൈവം നമുക്ക് കൃപ ചെയ്തു വരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുവാൻ ഇങ്ങനെയൊരു കൂട്ടായ്മ നമുക്ക് ഇവിടെ തരുന്നത് അനേകരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങൾ എൻ്റെ വിവാഹത്തിൻ്റെ മോളുടെ വിവാഹത്തിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി എൻ്റെ നാട്ടിലുള്ളൊരു സഹോദരനുണ്ട്. എൻ്റെ ഏറ്റവും ഒരു ചങ്കെന്ന് പറയാം. ആ പൈതലാണ്, ഒരു സനലെന്ന് പറഞ്ഞ് 40 വയസ്സുണ്ട്. തൻ്റെ മകന് എന്നോട് പറഞ്ഞ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു അസുഖമുണ്ട്, ഒരു പൈൽസിൻ്റെ അസുഖമുണ്ട്, ഞാൻ അത് കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നേരത്തെ പോയി ഒന്ന് കാണിക്കാനൊക്കെ പറഞ്ഞു. അവർ ചെക്കപ്പൊക്കെ ചെയ്തു. എന്നാൽ ചെക്കപ്പ് ചെയ്ത് ബയോപ്സി എടുത്തപ്പോൾ അത് രക്തത്തിൽ ക്യാൻസറാണ്. ഇപ്പോൾ അവൻ ക്യാൻസറായിട്ട് 40 വയസ്സേ ഉള്ളൂ. അവന് RCCയിൽ ഇപ്പോൾ റേഡിയേഷന് വേണ്ടി റേഡിയേഷൻ കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ദുബൈയിലാണ്. ദുബൈയിൽ നിന്ന് അവൾ ജോലി കളഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിൽ വന്ന് തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. വളരെ ഭാരത്തിൽ ഞങ്ങളെ ആയിരിക്കുന്നു. ഏതൊരു കാര്യവും പറഞ്ഞാൽ ഞാനത് ചെയ്തു തരാം അച്ചായ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഓടി നടന്ന് കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കുന്ന ഒരു പൈതലാണ്. എൻ്റെ ഹൃദയത്തിൽ വളരെ അവനിങ്ങനെ ഒരു അവസ്ഥയായപ്പോൾ വളരെ ഭാരപ്പെട്ടു. ഇന്നും വളരെ ഭാരത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. രാമച്ച പറഞ്ഞ പോലെ ഹല്ലേലൂയ, കുരുടനായ മനുഷ്യന് ശീലോഹാം കുളത്തിൽ പോയി കഴുകാന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചുവെങ്കിൽ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവന് വിടുതലുണ്ട്. ഹല്ലേലൂയ. ആ ദേശത്തിന്റെ നടുവിൽ ലോകത്തിൽ അവനൊരു സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടിയാണ് ദൈവം അവനെ ഇതിങ്ങനെ വരുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. തൻ്റെ പൈതലിനെ കാണുവാൻ എനിക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവമക്കൾ ആ സനലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭാരത്തിലായിരിക്കുമ്പോൾ നമ്മളൊരു പുറപ്പാട് ആവശ്യമാണ്. ബഥേലിൽ തന്നെ നമ്മളെ ഇരിക്കുവാനല്ല, അവിടെ നമുക്ക് ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, അപ്പത്തിൻ്റെ നാടാണ്, ദൈവഭവനമാണ്. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്ന് ദാവീദ് പാടിയെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ അതെല്ലാം ഉണ്ട്. ഈ സഹോദരന്മാരിയ്ക്കുന്നിടത്തും നമ്മൾ സഹോദരിമാർ ഉപസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെ മതിയെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമുക്ക് അവിടുന്ന് ഹല്ലേലൂയ ഏലിയാവ് പറയാണ്, അല്ലയോ ഏലീശായേ, നീ ഈ ബഥേലിൽ താമസിച്ചു കൊള്ളുക. ഹല്ലേലൂയ, യഹോവ എന്നെ ഗിൽഗാലിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഗിൽഗാൽ ഹല്ലേലൂയ നമുക്കറിയാമല്ലോ, കള്ളന്മാരുടെയും ഹല്ലേലൂയ നന്ദിയോടെ പിടിച്ചുപറിക്കാരുടെയും ഏറ്റവും ഹല്ലേലൂയ കൊള്ളക്കാരുടെയൊക്കെ സ്ഥലമാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ യെരിഹോവിന്ന് ഹല്ലേലൂയ ഒരു മനുഷ്യൻ എരിഹോവിലേക്ക് കടന്നുപോയപ്പോഴൊക്കെയും ഹല്ലേലൂയ നമുക്ക് അവിടുത്തെ എരിഹോവിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എരിഹോ എന്ന് പറയുന്നത് കള്ളന്മാരുടെ ഗുഹയാണ്. ബഥേലിൽ നിന്ന് ഒരിക്കലും എന്നോട് പറയാണ്, നീ അമേരിക്കയിൽ നിന്ന് ഹല്ലേലൂയ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകാൻ പറഞ്ഞാൽ ഞാൻ പോകുമോ? ഇല്ല. നിനക്ക് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കയിലേക്കൊന്ന് കടന്നുപോയി ആ പ്രദേശത്തേക്ക് പോയി നീ അവിടെ താമസിക്കാൻ പറഞ്ഞാൽ ഞാൻ ഡാളസിൽ നിന്ന് അവിടോട്ട് താമസം മാറ്റുവാൻ ആഗ്രഹിക്കത്തില്ല. എന്നാൽ അതുപോലെ തന്നെയാണ് ഏലീശയോട് പറയാണ്, നീ ബഥേലിൽ ഈ അപ്പത്തിൻ്റെ നാട്ടിൽ താമസിച്ചു കൊള്ളുക, എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. നിന്റെ അയൽക്കാരൻ ആരാന്ന് ചോദിച്ചപ്പോൾ, നല്ല ശമരിയക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ യെരിഹോവിൽ പട്ടണത്തിൽ പകൽ പോലും നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം, നല്ല ശമരിയക്കാരനായ കർത്താവ് അവിടെ കടന്നു വന്നു. നന്ദിയോടെ സ്തോത്രം. എന്നാൽ എലീശ പറയുകയാണ്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ. നമുക്കങ്ങനെ ഒരു തീരുമാനമുണ്ടോ? എന്ത് വന്നാലും, എത്ര കഷ്ടത വന്നാലും, എത്ര ഭാരം വന്നാലും, കർത്താവേ ഈ കഷ്ടത എനിക്ക് ഗുണമായി, അതുകൊണ്ട് ഞാൻ നിന്നെ വിടുകയില്ല, നീ എനിക്ക് ഹല്ലേലൂയ നീ എനിക്ക് തന്നേ മതിയാകത്തുള്ളൂ, ഈ ഭാരം എനിക്ക് മാറിപ്പോണം, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ സാധിക്കുമോ? ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ വ്യാധി
ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ എരിഹോവിലുള്ള അവിടുത്തെ കൂട്ടായ്മക്കാർ, പ്രാർത്ഥനക്കാർ, വിശ്വാസികൾ അവരൊക്കെയും ചോദിക്കുന്നുണ്ട്, അല്ലയോ എലീശായേ, നിന്റെ യജമാനനെ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെടുമെന്ന് നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, എനിക്കറിയാം, എൻ്റെ യജമാനനെ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എരിഹോവിൽ താമസിക്കുവാനുള്ളവനല്ല, എനിക്കൊരു ഒരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ഈ ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ, ഈ കാണുന്നതൊക്കെയും മായയാണ്, ഇവിടെ താൽക്കാലികമാണ്. ഹല്ലേലൂയ, മർത്തോമയിൽ പാട്ട് പാടുമ്പോൾ സംസ്കാരത്തിൽ കേൾക്കുമല്ലോ, നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം, കുഞ്ഞാട്ടിൻ നീണം പാവന രക്തത്താൽ നമ്മുടെ അങ്കികൾ അലക്കി വെളുപ്പിക്കാം. ഹല്ലേലൂയ, നമ്മുടെ വഴിയാത്രയ്ക്ക് വേണ്ടി എന്തുവാണ് നമ്മൾ കരുതേണ്ടത്? ഈ ലോകത്തിലുള്ള ഹല്ലേലൂയ വസ്തുവോ ഈ ലോകത്തിലെ വീട് വേണ്ടെന്നല്ല. നമുക്കിവിടെ താമസിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതായ സകലതും ദൈവം നമുക്ക് തന്ന് നമ്മെ അവിടെ വഴി നടത്തും. നന്ദിയോടെ സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളൊരു ദൈവം. തീർത്ത് വച്ച് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതും ഉണ്ടോ എന്ന് ചോദിച്ച നമ്മുടെ നല്ല കർത്താവ് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ അവർക്ക് പ്രാതൽ ഒരുക്കി കൊടുത്ത് അവർ ക്ഷീണിച്ചിരുന്നപ്പോൾ അവർക്ക് വേണ്ടി കരുതി, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കൊടുത്ത നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ചിലപ്പോൾ 60 അല്ലെങ്കിൽ 70, 80, ഹല്ലേലൂയ, അതിനപ്പുറമായിട്ട് അല്ലെങ്കിൽ 90, അതിനപ്പുറമായിട്ടൊന്നും നമുക്കില്ല. എന്നാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ അമേരിക്കയിൽ ആ സെമിത്തേരി കിടന്നുറങ്ങും. അവിടെ മെക്സിക്കനും അല്ലെങ്കിൽ ഇവിടുത്തെ കറമ്പരും ഒക്കെ സെമിത്തേരിയിൽ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ വെച്ചാണ് അവർ ആഘോഷിച്ച് കഴിച്ച് അന്നത്തെ ഒരു ദിവസം ആ പരേതരുടെ അടുത്ത് തന്നെ നിന്നാണ് അവർ സന്തോഷിക്കുന്നത്. അവിടെ എല്ലാ ആഹാരം വെച്ച് വിരിയൊക്കെ വിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പാചകം ചെയ്തിട്ടൊക്കെ അവർ മടങ്ങി പോകുന്നത് കാണാൻ സാധിക്കും. ആ മനോഹരമായ, ഞാൻ പറയും, മനോഹരമായ പുൽപ്രദേശത്ത് പൂക്കളൊക്കെ വെച്ച് മനോഹരമായിട്ടിരിക്കുന്ന ആ സെമിത്തേരി കാണുമ്പോൾ അവിടെ കിടന്നുറങ്ങാൻ തോന്നും. നന്ദിയോടെ സ്തോത്രം. അമേരിക്കയിലാണെങ്കിൽ നല്ലൊരു പെട്ടിയും കിട്ടും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഒരു മടക്കി അടച്ച ഒതുക്കമുള്ള വെൽവെറ്റ് വെച്ച ഒരു പെട്ടി, അതിനകത്ത് നല്ല രസമായിരിക്കും കിടക്കാനും. എന്നാൽ ഹല്ലേലൂയ, ഇതൊന്നും നമ്മുടെ യാത്രയ്ക്ക് ഉതകുന്നതല്ല. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളും അമേരിക്കയിൽ ഹല്ലേലൂയ അവിടെ അടക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇൻഷുറൻസ് ഒക്കെ മക്കളെ ഒന്നും ഹല്ലേലൂയ മക്കളൊന്നും ചിലപ്പോൾ ഇതിനു വേണ്ടി ചത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചിലവാണ്. ഒരടക്കത്തിന് തന്നെ ലക്ഷങ്ങൾ വേണം. അപ്പോൾ മക്കൾക്കൊന്നും അതിന് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പോഴേ ഞങ്ങൾ അതിന് വേണ്ടി ഞാനും എൻ്റെ വൈഫും ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. മക്കളെ ഭാരപ്പെടുത്തേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, മറ്റുള്ളവരെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ പറഞ്ഞിട്ട് ഇവരെ ഇനി എങ്ങനെ അടക്കും, എവിടെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കേണ്ട. ഇപ്പോഴേ നമ്മളങ്ങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇൻഷുറൻസുകാർ കൊണ്ടുവന്ന് നമ്മളെ അങ്ങ് അടക്കിക്കൊള്ളും, ആരും ഇല്ലെങ്കിലും. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് അവർക്കും ഒരു ഭാരമില്ലാതിരിക്കാൻ ഞങ്ങൾ അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടെ നമ്മൾ കിടക്കുമ്പോഴും സമാധാനമാണെന്ന് വിചാരിക്കരുത്. നമുക്ക് ഹല്ലേലൂയ യാത്രയ്ക്ക് വേണ്ട 2 കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കണം. ഹല്ലേലൂയ, ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമുക്ക് കൊണ്ടുപോകാനുള്ളത് 2. ഈ നമ്മുടെ ഡ്രസ്സ് നമുക്ക് ഹല്ലേലൂയ പുഴുവും ഒക്കെ അരിച്ച് ചെതൽ നിന്ന് ഇതൊക്കെ നശിച്ചു പോകും. എന്നാൽ കൊണ്ടുപോകാനുള്ളത് ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. ഹല്ലേലൂയ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ഈ കാലങ്ങളിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചാൽ മറിയ ഇതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഈ ദൈവവചനം ഇനിയും കുറച്ച് നാൾ കഴിയുമ്പോൾ എടുക്കുവാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, വായിക്കാൻ അനുവാദമുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചാൽ ഹല്ലേലൂയ നമുക്കൊന്ന് പറയാൻ സാധിക്കും. ആ വചനമെല്ലാം പശുക്കൾ ആഹാരം കഴിച്ചിട്ട് പിന്നെ അയവെട്ടി ഇറക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെയും അത് ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കും. നമ്മുടെ വഴിയാത്രയ്ക്ക് വേണ്ടുന്ന 2 കാര്യം മാത്രമേ ഉള്ളൂ: ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. പലപ്പോഴും ഹല്ലേലൂയ കർത്താവ് 1 തെസ്സലോനിക്ക 4:16 വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം.
അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കണം. നമ്മൾ അന്ന് ജീവനോടെ ശേഷിക്കുവാണെങ്കിൽ എങ്ങനെയാണ് ആൻറ്റി കേൾക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കും, ചിലപ്പോൾ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ജോലി സ്ഥലങ്ങളിലായിരിക്കും. നമുക്ക് ഈ ശബ്ദം കേൾക്കുവാൻ ആര് നമ്മെ സഹായിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രമേ ഹല്ലേലൂയ ഈ കാഹളവുമായിട്ട് ഉയരത്തിലുള്ള ശക്തിയുമായിട്ടുള്ള ഒരു ഹല്ലേലൂയ ബന്ധമുണ്ട്. ആ ശക്തിയാണ് നമ്മെ ഉണർന്നാലും നമ്മൾ മയങ്ങിയാലും ഹല്ലേലൂയ നമ്മെ ഉണർത്തുന്നത്. നന്ദിയോടെ സ്തോത്രം. ഈ ശക്തിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് ഈ മൺകൂടാരങ്ങളിൽ പകർന്നു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ മസ്കറ്റിൽ 91 ഇറങ്ങിക്കഴിഞ്ഞ മർത്തോമയിൽ അവിടെ ഒക്കെ ചെന്ന് രാമച്ചാനും മണിയാൻ്റിയും തമ്മച്ചാനും ഒക്കെ എല്ലാവരും ഉണ്ട്. അന്ന് അവിടുത്തെ ഒരു അവിടുത്തെ വാർഷികത്തിന് നമ്മുടെ ക്രിസ്തോസം തിരുമേനി കടന്നു വന്നു. എനിക്ക് ക്രിസ്തോസം തിരുമേനി നേരത്തെ അറിയാമെങ്കിൽ അത്രമാത്രം ഒന്നും അറിയത്തില്ല. തിരുമേനി കടന്നു വന്നു. അവിടെ വചനസൂഷയൊക്കെ നടത്തിയപ്പോൾ തിരുമേനി അറിയാമല്ലോ, നമ്മുടെ ആ പുൾപ്പറ്റിൽ നിന്ന് ഇറങ്ങി എല്ലാവരുടെയും ഇടയിൽ കൂടെ പോയാണ് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തിരുമേനി ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, ഉപദ്യാവിന് എത്ര പുസ്തകങ്ങളുണ്ടെന്ന്. ഞാനപ്പോൾ കേൾക്കാത്ത പാതി തിരുമേനി പറഞ്ഞത് തെറ്റാണ്. ഉപദ്യാവിന് പുസ്തകങ്ങളില്ല, ഉപദ്യാവിന് ഒരു പുസ്തകമേ ഉള്ളൂ. അന്നേരം എന്നോട് പറഞ്ഞ് നീ എഴുന്നേറ്റിരിക്കുകയാണ്. ഇത്രയും ജനം അവിടെ നിന്ന് ആൾക്കാർ മൊത്തം ഇരുന്ന് ചിരിക്കുന്നു. അപ്പോഴെനിക്കങ്ങ് എന്തോ ഇത് വല്ലാത്ത ഏതോ ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റിരുന്നു. എന്നോട് ചോദിച്ചു മോൻ്റെ പേരെന്താന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് അച്ചൻകുഞ്ഞാന്ന്. എന്നോട് ചോദിച്ചു എവിടെയാ വീട്. ഞാൻ പറഞ്ഞു അടൂരാ വീട്. എന്നാൽ ഉപദ്യാവിന് പുസ്തകങ്ങളിൽ ഒരു പുസ്തകമേ ഉള്ളൂ, എന്നാൽ അതിൻ്റെ വാക്യം കൂടെ പറഞ്ഞിട്ട് ഇരുന്നാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ദൈവവചനം ഞാൻ പറഞ്ഞു 21 വാക്യമേ അതിനകത്തുള്ള ഒരു അധ്യായമാണ്, 21 വാക്യം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവരോട് എല്ലാം പറഞ്ഞു, ഞാൻ പണ്ട് അടൂർ ഭദ്രാസനത്തിൽ ഇരുന്നതിൻ്റെ ഗുണമാണ് ഈ പറഞ്ഞത്, ഞാൻ ബൈബിൾ പഠിപ്പിച്ചതിൻ്റെ ഗുണമാണ് ഈ പറഞ്ഞതെന്ന് തിരുമേനി അവിടെ പറഞ്ഞ് എന്നെ ഇരുത്തുകയും ചെയ്തു. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞാനത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, വചനം അതറിയത്തില്ലായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ അവിടെ നമുക്കത് ക്ഷയമായി തീർന്നു. എന്നാൽ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഏലിയാവും എലീശയും ഒന്നാമത് ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. അവർ പിന്നെ ബേഥേലിലേക്ക് പോയി. ബേഥേലിൽ ചെന്നപ്പോൾ സമ്പത്തും സൗകര്യവും ഹല്ലേലൂയ ചോദിച്ചതൊക്കെയും തന്ന് പാട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവർ എരിഹോവിലേക്ക് പോയി. നീ ഇവിടെ താമസിച്ചു കൊള്ളുക, വേണമെങ്കിൽ ഏലീശായിക്ക് ആ സൗകര്യത്തിൽ അതിൽ താമസിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഏലിയാവ് ഹല്ലേലൂയയുടെ കൂടെ ചെന്ന് ഈ ഏലിയാവിൻ്റെ ശക്തി എനിക്കൊന്ന് പകരണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആ പുതപ്പ് എനിക്ക് വേണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവരവിടെ നിന്ന് എരിഹോവിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ വളരെ കഷ്ടതയാണ്. പിടിച്ചുപറിക്കാർ, നിന്ദിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, കഷ്ടത, പ്രയാസം, രോഗം, ദുഃഖം, ഇതൊക്കെയും അവിടെ എരിഹോവിൽ ഉണ്ടായിരുന്നപ്പോഴും ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം അവർ പിന്നെയും അവിടെ നിന്ന് അവിടുത്തെ ജനങ്ങളൊക്കെ പറഞ്ഞു, ഹല്ലേലൂയ അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, നിന്റെ യജമാനെ നിന്നെ എടുത്തുകൊള്ളും, നിന്നിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നു. അതേ, ഞാൻ അറിയുന്നു. എന്നാൽ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം, എലീശായേ നീ ഇവിടെ ഒന്ന് താമസിക്കേ, ഈ എരിഹോ പട്ടണത്തിൽ താമസിക്കേ, എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും ഹല്ലേലൂയ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്റെ വിടുകയില്ല. ആ ഒരു ഹല്ലേലൂയ പറ്റിച്ചേർക്കല്. നന്ദിയോടെ സ്തോത്രം. കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന എന്നെ പോറ്റുന്ന എൻ്റെ പെറ്റമ്മേക്കാൾ അൻപേറുന്ന യേശു പോരായോ, അൻപേറുന്ന യേശു പോരായോ, ക്രിസ്ത്യ ജീവിതം പോൽ ഈ ക്രിസ്ത്യ ജീവിതത്തിന് അത്രയുണ്ട്. ഒരു പറ്റിച്ചേർന്നുള്ള കൂട്ടുകാരിൽ പരമായി അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായിട്ട് തീരുമാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു പറ്റിച്ചേർന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ആ അനുഭവത്തിൽ പലപ്പോഴും ഈ വിശ്വാസത്തിലൊക്കെ വന്നപ്പോൾ വിശ്വാസികളെ കാണുമ്പോൾ ഒരു സ്നേഹ പ്രകടനവും വലിയ ഒരു സന്തോഷവും കാണും. അന്നേരം മറ്റുള്ളവർ വിചാരിക്കും
ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇതെന്തുവാണ്? അവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ ഉള്ളൂ കൂടുതൽ അംഗീകാരമെന്ന് അല്ല. ആ ഹൃദയത്തിൽ മറിയയും എലിസബത്തും തമ്മിൽ കണ്ടപ്പോൾ പിള്ള ഉള്ളത്തിൽ തുള്ളി. ആ സന്തോഷം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ രണ്ടുപേരും യെരിഹോവിൽ നിന്ന് യോർദാന്റെ തീരത്തേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. യോർദാൻ യേശു ക്രിസ്തു ഹല്ലേലൂയ യോഹന്നാനാൽ സ്നാനമേൽക്കപ്പെടുവാൻ യോർദാനിലേക്ക് കടന്നുപോയത് അവസ്ഥ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. അവർ രണ്ടുപേരും യോർദാന്റെ തീരത്ത് വന്നു. യോർദാൻ എന്ന് പറയുന്നത് പ്രത്യാശയുടെ യോർദാനുണ്ട്, പിന്നെ മരണ യോർദാനുണ്ട്. ഹല്ലേലൂയ, യോർദാന്റെ തീരത്ത് ഞാൻ വരും നേരത്ത് നിന്റെ കാലുകളെ ബലപ്പെടുമോ? നന്ദിയോടെ സ്തോത്രം. ഇന്ന് പലകാലം യോർദാന്റെ തീരത്ത് വരുമ്പോൾ കർത്താവേ, ഈ ഭാരം, ഈ യോർദാൻ, ഈ കൊയ്ത്തുകാലത്ത് യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ കൊയ്ത്തുകാലത്ത് യോർദാനൊക്കെയും കരകവഞ്ഞൊഴുകും. നമുക്ക് തലയ്ക്ക് മീതെ അനേക പ്രയാസങ്ങൾ, മക്കളിൽ കൂടെയുള്ള പ്രയാസം, ഭർത്താവിൽ കൂടെയുള്ള പ്രയാസം, ഭാര്യയിൽ കൂടെയുള്ള പ്രയാസം, മക്കളിൽ കൂടെയുള്ള പ്രയാസം, ജോലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഗൾഫിലൊന്നും ഇത്രയും പ്രശ്നമില്ല. സൂപ്പർവൈസർ താഴെ തൊട്ട് മേളിലുള്ളവരുടെ വരെ എല്ലാം വഴക്ക് കേൾക്കണം. അല്ല, സൂപ്പർവൈസറുടെ, മാനേജറുടെ, അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ ജോലിയിൽ ബുദ്ധിമുട്ട് വന്നാൽ അവിടെ എല്ലാം വഴക്ക് കേട്ട് പേടിച്ചാണ് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നത്. നന്ദിയോടെ സ്തോത്രം. അമേരിക്കയിൽ എല്ലാവരും ഈ നേഴ്സിനൊക്കെ ഇഷ്ടംപോലെ സാലറി ഉണ്ട്. അവർക്കൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 16 മണിക്കൂർ 3 ദിവസം അവർ ജോലി ഒരാഴ്ചയിൽ 3 ദിവസം ജോലി ചെയ്താൽ മതി. 16 മണിക്കൂർ അവരും 12 മണിക്കൂറൊക്കെ ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത്. അത് എന്തെല്ലാം ഓരോ ക്രിട്ടിക്കൽ കെയറിലേക്ക് കടന്നു വന്നിട്ട് എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയാൽ നമ്മളൊരു ഇപ്പോൾ എപ്പിക്കാണ് ലോകത്തിൻ്റെ ഇവിടെ ഇരുന്നാലും ഈ ഒരു നമ്പർ അടിച്ചു കൊടുത്താൽ അമേരിക്കയിൽ അവിടെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം നമുക്ക് കമ്പ്യൂട്ടറൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനി ഒരു റെക്കമെൻഡിൻ്റെ ഒരു പേപ്പറിൻ്റെ ആവശ്യമില്ല. ലോകം മൊത്തം എപ്പിക്കായി. അതുകൊണ്ട് എവിടെ ഇരുന്നാലും ആ ഒരു ID നമ്പർ കൊടുത്താൽ മതി. അവർ രോഗിയുടെ സകല ഹിസ്റ്ററികളും നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. എന്തെങ്കിലും നമ്മളൊന്ന് ഈ നേഴ്സസൊക്കെ കാശ് വാങ്ങിക്കുന്നുണ്ട്, ശമ്പളം കൂടുതലുണ്ട്, ഏതെങ്കിലും ഒരു നമ്പർ, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ നമ്മൾ തെറ്റിപ്പോയെങ്കിൽ ഹല്ലേലൂയ, അവർക്ക് അപ്പോൾ അവരുടെ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടും. അത്രയ്ക്ക് എപ്പോഴും ടെൻഷൻ പിടിച്ച ജോലിയാണ് നേഴ്സസിനൊക്കെ അമേരിക്കയിലൊക്കെ ഉള്ളത്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാലറി ഉള്ളതും അമേരിക്കയിലാണ്. നേഴ്സസിന് ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ കാനഡയിലോ എവിടത്തെക്കാട്ടിലും ശമ്പളം കൂടുതലുള്ളതും അമേരിക്കയിലാണ്. അത്രമാത്രം ടെൻഷൻ സഹിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു ഞാൻ അമേരിക്കയിൽ പോയി നേഴ്സിംഗ് അസിസ്റ്റന്റ് പഠിച്ചിട്ട് ഈ നേഴ്സുമാരുടെ കൂടെ നിന്ന് ജോലി ചെയ്യുവാനൊക്കെയും ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. അതുപോലെ തന്നെ ഈ 2 ജോലി നേഴ്സന്മാർക്ക് സാലറി, ഞങ്ങൾക്കൊന്നും സാലറി ഒന്നും കൂടുതൽ തരത്തില്ല. ടെക്കന്മാർക്ക് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഒക്കെ ടെക്കിനാണ് സാലറി കൂടുതൽ. എന്നാൽ അമേരിക്കയിലും കാനഡയിലും ടെക്കന്മാർക്ക് സാലറി തീരെ കുറവാണ്. നേഴ്സസിനാണ് സാലറി കൊടുക്കുന്നത്. നമ്മളാണ് എല്ലാ ജോലിയും ചെയ്യേണ്ടത്. പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ടേക്ക് കെയർ ചെയ്യുവാനും ബെഡിൽ കൊണ്ട് കിടത്താനും ആഹാരം കൊടുക്കുവാനും ബാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും ഈ ടെക്കന്മാർ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് സാലറിയുടെ കാര്യത്തിൽ ഏറ്റവും തുച്ഛമായ കൊടുക്കത്തുള്ളൂ. നേഴ്സസിനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അവർക്ക് ചാർട്ട് ചെയ്യാനും മരുന്ന് കൊടുക്കാനും ഇഞ്ചക്ഷൻ ചെയ്യാനും ബാക്കിയുള്ള ജോലികളേ ഉള്ളൂ. എന്നാൽ ടെൻഷന് ഈ കമ്പ്യൂട്ടറെ ചാർട്ട് ചെയ്യുമ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയെങ്കിൽ പിന്നെ അവരുടെ ജോലി നഷ്ടപ്പെടും. അത്രയ്ക്ക് കെയറോട് വേണം അവർക്ക് ഇതൊക്കെ ചെയ്യുവാൻ. എന്നാൽ അവരെ ഈ പ്രായമുള്ളവരെയും വാർദ്ധക്യത്തിലുള്ളവരെയും ഒക്കെ സൂക്ഷിപ്പാൻ വലിയവനായ ദൈവം എനിക്ക് കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മാവിയുടെ മകന് അമേരിക്കയിൽ ഇപ്പം മക്കളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെയും ഡോക്ടർമാരൊക്കെയാണ്. ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അന്നേരം പറഞ്ഞു, എന്തിനാണ് എനിക്കിപ്പോൾ തരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അല്ലെ ചത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉമ്മ കൊടുക്കുന്നതിലും നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ എനിക്കിപ്പോൾ എന്തിനാ തരുന്നത്. പുള്ളി വിചാരിക്കുന്നത് മരിക്കുമ്പോൾ ചെന്നൊന്ന് ഒരു ഉമ്മ കൊടുക്കുന്നത് ആണെന്ന്. അല്ല, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരെ ആശ്വസിക്കുകയും അവരെ ഹല്ലേലൂയ സമാധാനിപ്പിക്കുകയും ഒരു ഉമ്മ കൊടുക്കുകയും ഒരു കൈ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അത്ര സന്തോഷമാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ അവിടെ വൃദ്ധസദനം എന്ന് പറഞ്ഞ് ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ട്. മാതാപിതാക്കളെ ഒരു ഫ്ലവർ കൊടുത്ത് ഹല്ലേലൂയ സ്വീകരിക്കത്തെ ആഴ്ചയിലൊക്കെ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേക്ക് ഒക്കെ ഒരു ഫ്ലവറും കൊണ്ട് ചെന്ന് ഒന്ന് കാണത്തതേ ഉള്ളൂ അമേരിക്കയിലൊക്കെ. നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹവും മലയാളി സമൂഹമൊക്കെ ഇന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് മാതാപിതാക്കളെ ആക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. നന്ദിയോടെ സ്തോത്രം. എന്നാൽ അതിൽ നിന്നൊക്കെയും വിടുതൽ തന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ
അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാന്, അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിക്കുവാന് നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാൽ അതിൽ കൂടെ മറ്റൊന്നും ഇല്ല. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് സഹായിക്കണം. ഇവർ രണ്ടുപേരും കൂടെ ഹല്ലേലൂയ ഐക്യത്തോടെ, സ്നേഹത്തോടെ, ദൈവകൃപയോടെ ഹല്ലേലൂയ എരിഹോവിൽ നിന്ന് അവർ ഹല്ലേലൂയ യോർദാനിലേക്ക് അവർ കടന്നുപോയി. യോർദാന്റെ തീരത്ത് കടന്നു വന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് യോർദാന്റെ തീരത്ത് നിന്നപ്പോൾ ഹല്ലേലൂയ ഏലിയാവ് ഏലീശായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇത്രയും സഹിച്ച്, കഷ്ടത സഹിച്ച് ഹല്ലേലൂയ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു, ബേഥേലിൽ താമസിക്കാൻ പറഞ്ഞു. ബേഥേലിൽ നിന്ന് എരിഹോവിലേക്ക് വന്നു, അവിടെ നീ താമസിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ യോർദാന്റെ തീരത്ത് ഞാൻ ഹല്ലേലൂയ വന്നിരിക്കുന്നു. ഞാൻ നിനക്ക് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പറക, നിന്റെ ആവശ്യമുണ്ട്. നീ ഇത്രയും സഹിച്ച് എന്നോടൊപ്പം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്നേരമാണ് ഏലീശാ പറയുന്നു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നീ ചോദിക്കുന്ന കാര്യം പ്രയാസമാണ്. ആത്മാവിനെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. നന്ദിയോടെ സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി 3 ദിവസം ഹല്ലേലൂയ 1982 ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ലഭിച്ചില്ല. പിന്നെയും ഒരു പ്രാവശ്യം കൊണ്ട് ഇരുന്ന് 3 ദിവസം ഇരുന്ന് കിട്ടിയില്ല. ഹല്ലേലൂയ. പിന്നെയും പറഞ്ഞു, കർത്താവേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ദൈവസ്ഥൻ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതെൻ്റെ മേൽ വരയണമെന്ന് പ്രാർത്ഥിച്ച് 3 ദിവസം ഫുള്ള് ഫാസ്റ്റിങ്ങിൽ ഇരുന്നു. മൂന്നാമത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ 1982 നവംബർ മാസം 12-ാം തീയതി എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ്, എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. നന്ദിയോടെ സ്തോത്രം. വ്യവസ്ഥയില്ലാതെ ദൈവം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയില്ല. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞു, ഞാൻ പോകുന്ന യാത്രയിൽ എനിക്ക് ഭക്ഷിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ ജീവനോടെ മടക്കി കൊണ്ടുവന്നാൽ ഞാൻ ഈ വെച്ചിരിക്കുന്ന കല്ല് നിനക്കൊരു ആലയമാക്കി തീർക്കും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അത് തന്നെയല്ല യാക്കോബ് പറഞ്ഞത്. നമ്മളൊക്കെ അങ്ങ് സന്തോഷം കൊണ്ട് പറയും, ഞാൻ സകലത്തിനും ദൈവം ചോദിച്ചതാണോ? അതോ ആൻറ്റി? അല്ല, സകലത്തിനും ദശാംശം കൊടുക്കും. യാക്കോബിന് ആ സന്തോഷം കൊണ്ട് എന്നെ എങ്ങനെങ്കിലും എൻ്റെ അമ്മാച്ചി ലാബാൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്, മടക്കി കൊണ്ടുവന്ന് എന്നെ ഈ ഭവനത്തിലാക്കിയാൽ ഞാൻ നിനക്ക് സകലത്തിലും ദശാംശം തരും. നമ്മൾ കർത്താവ് പറയുന്നതിന് മുമ്പ് തന്നെ, കർത്താവ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ട് പറയും. ഹല്ലേലൂയ. കൊടുക്കാമെന്ന് നേർച്ച നേരാതിരിക്കുന്ന നല്ലത്. നേർന്നാൽ കൊടുക്കണം, നിവർത്തിക്കണം. ചിലർ പറയും, എൻ്റെ മൂത്ത മോനെ ഞാൻ സുശേഷ വിലയ്ക്ക് വിടാം, അച്ഛനാകാന്നൊക്കെ പറയും. പഠിച്ചു വന്ന് വലിയ നല്ല വിദ്യാഭ്യാസമാകുമ്പോൾ പറയും, അതൊന്നും ഇപ്പം വേണ്ടാന്നൊക്കെ പറയും. നേർന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. നന്ദിയോടെ സ്തോത്രം. നേരാതിരിക്കുന്നത് നല്ലത്, നേർന്നാൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. യാക്കോബ് അങ്ങനെ നേർന്ന് ഞാൻ സകലത്തിലും അവിടെ വെച്ചാണ് ദശാംശം കൊടുക്കുവാൻ യാക്കോബ് അവിടെ തീരുമാനമെടുത്തത്. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ് ഏലീശായേ. അതിനൊരു വ്യവസ്ഥയുണ്ട്. ഞാൻ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നു എങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ ലഭിക്കും, കണ്ടില്ലെങ്കിലോ ലഭിക്കുകയില്ല. നന്ദിയോടെ സ്തോത്രം. വ്യവസ്ഥ കൂടാതെ ഒന്നും ദൈവം ചെയ്യുന്നില്ല. വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് കടന്നുപോയി. ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചു. യോർദാൻ 2ആയി മാറി. അവർ അക്കരയ്ക്ക് കടന്നുപോയി. നന്ദിയോടെ സ്തോത്രം. ഏലിയാവും ഏലീശായും കൂടെ അക്കരയ്ക്ക് യോർദാൻ്റെ ഹല്ലേലൂയ 2ആയി പിളർന്ന ആ പാതയിൽ കൂടെ അക്കരയ്ക്ക് കടന്നുപോയി കഴിഞ്ഞപ്പോൾ നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഏലീശായ്ക്ക് ഒരു തീരുമാനമുണ്ട്. ഒരു വ്യവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ യേശുവിനെ അല്ലയോ എൻ്റെ യജമാനനെ എപ്പോഴെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അതിനു വേണ്ടി കാത്തിരുന്ന് അവൻ്റെ കണ്ണ് ഉയരത്തിലേക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഉയരത്തിലേക്കായിരിക്കണം. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ഭാരമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉയർത്തി ഹല്ലേലൂയ മുന്നോട്ട് കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കൈതക്കോട് തങ്കമ്മ സിസ്റ്റർ ഹല്ലേലൂയ ഞാനുമായിട്ട് ആദ്യകാലങ്ങളിൽ ഒന്നിച്ച് ഹല്ലേലൂയ ഞങ്ങൾ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് പിന്നെ തൻ്റെ മകൾ പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ എന്നെ കൂടെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. തൻ്റെ മകൾ എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, സ്വർഗം കളച്ച് ഹല്ലേലൂയ കപ്പത്തണ്ട് ചീനിക്കമ്പിട്ടാലും ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്ത ഒന്നിനെയും
ദൈവം അവിടെ എടുക്കത്തില്ലെന്ന്. കാരണം സ്വർഗം തരിശുഭൂമി ആയാലും അവിടെ വ്യവസ്ഥ പ്രകാരം അല്ലാതെ ഒരു മനുഷ്യരെയും അങ്ങോട്ട് പ്രവേശിക്കത്തില്ല. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് ഏലിയാവും ഏലിശായും അക്കരയ്ക്ക് നടന്നത്. തൻ്റെ യജമാനെ എപ്പോഴെടുക്കുമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം മുന്നോട്ട് കടന്നു പോയപ്പോൾ ഹല്ലേലൂയ അഗ്നിമേഘങ്ങളും അഗ്നിരഥങ്ങളും ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം കടന്നു വന്ന് ഇവരെ തമ്മിൽ വേർപിരിച്ചു. നന്ദിയോടെ സ്തോത്രം. ഏലിശായുടെ കണ്ണ് ഉയരത്തിലേക്കായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ അമ്മച്ചി, കുഞ്ഞുങ്ങള്, നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്കായിരുന്നുകൊണ്ട് എനിക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്കായിരിക്കാൻ ആ ഏലിയാവ് ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഏലിശാ മേപ്പോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ പേരും തേരാളി എന്ന് പറഞ്ഞ തൻ്റെ വസ്ത്രം വലിച്ചു കീറി ഉയരത്തിലേക്ക് നോക്കിയിരുന്നപ്പോഴാണ് ഏലിയാവിൻ്റെ പുതപ്പ് താഴോട്ട് വന്നത്. നമ്മളെപ്പോൾ ഉയരത്തിലേക്ക് നോക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ ആ സമയത്ത് നമുക്ക് ഉയരത്തിൽ നിന്ന് മറുപടിയുമായിട്ട് കടന്നു വരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി പലപ്പോഴും താമസിക്കുമെന്ന് വിചാരിച്ചാലും ചിലർ താമസിക്കുമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ ഇത് മതി എന്ന് വെച്ചാൽ ഹല്ലേലൂയ അത് നമുക്ക് ലഭിക്കും. ഞാൻ എൻ്റെ വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ഈ നേഴ്സിങ്ങിൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ അതിന് മുമ്പ് നേഴ്സിംഗ് ഹോമിലൊക്കെയായിരുന്നു ജോലി ചെയ്തത്. അവിടേക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തു, എന്നെ എടുത്തില്ല. 2 പ്രാവശ്യം ചെയ്തു, എടുത്തില്ല. പിന്നെ മാനേജറുടെ വീട്ടിലൊക്കെ പോയി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും 6 പ്രാവശ്യം പോയി. അന്നേരം എൻ്റെ വൈഫ് പറഞ്ഞു, ഇനി അച്ഛൻ ഒരു ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കണ്ട, അവരെടുക്കത്തില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ബാഡ്ജ് എൻ്റെ നെഞ്ചത്ത് കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ബാഡ്ജ് കിട്ടുന്നിടം വരെയും ഞാൻ പോകും. എല്ലാവരും അന്നേരം പറഞ്ഞു, ഇനി വന്ന് പോയിട്ടൊന്നും കാര്യമില്ലെന്ന്. നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഞാൻ 7ാമത്തെ പ്രാവശ്യം അവിടുത്തെ ഇൻ്റർവ്യൂവിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തു. അവിടെ എനിക്ക് ജോലി കിട്ടിയാലും ആ മാനേജറുടെ അടുത്ത് അവരുടെ വീട്ടിലേക്കും പോയെങ്കിലും പുള്ളിക്കാരുടെ ഹസ്ബൻഡാണെന്ന മാനേജർ മറ്റുള്ളവരോടൊന്നും പറഞ്ഞില്ല. എന്നെ 9 പേരായി ഈ ടേബിളിന് വട്ടമിട്ട് അവരെല്ലാവരും, മാനേജർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഷൈനയുടെ ഹസ്ബൻഡാണെന്ന്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. അവരൊക്കെ പറഞ്ഞു, പിന്നെ ഷൈനയുടെ ഹസ്ബൻഡാണെങ്കിൽ ഞങ്ങൾ ഒരു ചോദ്യവും ചോദിക്കത്തില്ലെന്ന്. അവരെല്ലാവരും എന്നെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിച്ചു. എങ്കിലും സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ഉണ്ടായതുകൊണ്ട് ഹല്ലേലൂയ അവിടുത്തെ ഒരു ബാഡ്ജ് ഹല്ലേലൂയ നെഞ്ചത്തന്നെ പതിക്കുന്നത് ഹല്ലേലൂയ ദൈവാത്മാവിനെ അറിയിച്ചുവെങ്കിൽ ആ ബാഡ്ജും കൊണ്ട് ഹല്ലേലൂയ 5 വർഷക്കാലം ജോലി ചെയ്യുവാൻ ദൈവം അവിടെ കൃപ ചെയ്തു. കോവിഡിൻ്റെ അനുഭവത്തിലൊക്കെയും അതിൽ വലിയ പ്രയാസമായിട്ട് മാസ്കൊക്കെ 2-3 മാസ്ക് ധരിച്ച് വേണം അവിടെ ജോലി ചെയ്യുവാൻ. അത്രയ്ക്ക് വലിയ പ്രയാസമായിട്ടോഴും എല്ലാവർക്കും കോവിഡ് വന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർക്കും കോവിഡ് വന്നപ്പോൾ ദൈവം എനിക്ക് കോവിഡ് വരുത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം കരുതുന്നത്. അവിടുത്തെ സ്റ്റാഫിനെല്ലാം കോവിഡ് വന്നു. എന്നാൽ അതിനകത്ത് കോവിഡ് വരാത്തത് ഹല്ലേലൂയ നന്ദിയോടെ എനിക്കും വേറൊരു സഹോദരനും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ദൈവം നമ്മെ എത്രമാത്രം ഹല്ലേലൂയ സഹായിക്കുന്നു, എത്രമാത്രം നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. അവിടുന്നൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവിടെ സഹായിച്ചു. ഏലിശായും ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് ഈ ഹല്ലേലൂയ ദൈവ പുതപ്പ് കണ്ടപ്പോൾ ഏലിയാവിൻ്റെ പുതപ്പ് എടുത്തു. തിരിച്ചു വന്നപ്പോൾ യോർദാനെ അടിച്ചു. യോർദാൻ 2ആയിട്ട് മാറി. ഏലിശായുടെ ഹല്ലേലൂയ ആ ഏലിയാവിൻ്റെ ശക്തി ഏലിശായിക്ക് പറഞ്ഞതുപോലെ ഇന്ന് പൽക്കാലം നന്ദിയോടെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ആ ശക്തി നമുക്ക് വേണം. കർത്താവേ, ഈ ശക്തി എനിക്ക് വേണ്ടി പകരണമേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പകരണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പകരണമേ, എൻ്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പകരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ 87-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഉറവുകളൊക്കെ നിന്നിലാവുന്നുവെന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവർ ഒരുപോലെ പറയും. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഹല്ലേലൂയ മസ്കറ്റിൽ പോയപ്പോൾ ഒരു പാസ്പോർട്ട് കൊണ്ട് മാത്രമാണ് പോയത്. അമേരിക്കയിൽ ചെന്നപ്പോൾ 2 പെട്ടിയും ഒരു പാസ്പോർട്ടും കൊണ്ടാണ് പോയത്. എന്നാൽ വേണ്ടതൊക്കെയും ഞാൻ മസ്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വേണ്ടതൊക്കെയും തന്നു. കൂട്ടുകാരെ തന്നു, ഹല്ലേലൂയ പ്രയർ ഗ്രൂപ്പ് തന്നു, വത്തയ്യ പ്രയർ ഗ്രൂപ്പ് തന്നു. മസ്കറ്റിൽ അങ്ങോളം ഇങ്ങോളം കോള ഹോസ്പിറ്റല്, റോയൽ ഹോസ്പിറ്റല്, യൂണിവേഴ്സിറ്റിയിൽ ഇവിടെയൊക്കെയും പ്രാർത്ഥന നടത്തുവാനും അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും ഈ ജീവിക്കുന്ന ദൈവത്തെ ഉയർത്തി കാണിപ്പാനേ
പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിൽ ഹല്ലേലൂയ പരമവിലാക്കിലേക്ക് ഓടുവാൻ എനിക്കും എൻ്റെ ഹല്ലേലൂയ കുടുംബത്തിനും ദൈവം കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് മസ്കറ്റിൻ്റെ പ്രത്യേക ഡാളസിൽ ഹല്ലേലൂയ ഞങ്ങളോട് അച്ചുകുഞ്ഞൻ ഷൈനിയുടെയും വീട് ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളെ ചോദിച്ചാൽ ഹല്ലേലൂയ പെന്തക്കോസ് 40 ഡാളസിൽ തന്നെ പെന്തക്കോസ് സഭ 40 സഭയുണ്ട്. മർത്തോബ സഭ തന്നെ ഒരു 10-12 ഉണ്ട് ഡാളസിൽ. അതുപോലെ തന്നെ മറ്റ് ഇവാഞ്ചലിക്കൽ സഭകൾ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പറക്കുന്നത് ഫിലാഡൽഫിയയിലും അല്ല ഡാളസിലും ഹൂസ്റ്റണിലുമാണ്. എന്നാൽ ആൾക്കാർക്കൊക്കെ വീടുകൾ വാങ്ങിക്കാനും പിന്നെ കൂടുതൽ സെറ്റിൽ ചെയ്യുവാനും ഡാളസിലാണ് വലിയ ഇഷ്ടം. കാരണം നോർത്ത് ഇന്ത്യൻ്റെ എല്ലാ കടകളും ഡാളസിലുണ്ട്. പിന്നെ മറ്റുള്ള കടകളും മറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഡാളസിലുണ്ടായതുകൊണ്ട് കേരളത്തെ പോലുള്ള ക്ലൈമറ്റാണ് ഡാളസിൽ. അതുകൊണ്ട് ഈ മലയാളികളെല്ലാം ന്യൂയോർക്കിലൊക്കെ എപ്പോഴും ഐസ് വീണുകൊണ്ടിരിക്കുമ്പോൾ പ്രായമായി കഴിയുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് എല്ലാവരും ഡാളസിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അന്നേരം പള്ളികളും സഭയും വലിയ വളർന്ന് ഡാളസിൽ ഒരുപാട് സഭകളുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഏത് സഭയിലാണ് അല്ലെങ്കിൽ എന്ന് ചോദിച്ചാലേ അവർക്കറിയത്തുള്ളൂ ഇന്നാരാരാണെന്ന്. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ എല്ലാ സഭയിലും എല്ലാ കൂട്ടായ്മയിലും എല്ലാ ശുശ്രൂഷയിലും അല്ലെ ഏതൊരു മരണം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം കടന്നുപോയി ഒരു ആശ്വാസവാക്ക് പറയുവാൻ എനിക്കും കുടുംബത്തിനും ദൈവം അവിടുന്ന് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞാൻ ഡാളസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 2 ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ഹോസ്പിറ്റലിലും ഒന്ന് എയർപോർട്ടിലും. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെ ജോലി അത് വിട്ടിട്ട് എയർപോർട്ടിൽ ഡാളസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ സെക്യൂരിറ്റി ഓഫീസറാണ്. കഴിഞ്ഞ 20 വർഷക്കാലം ഞാൻ അവിടെയാണ്. ഇപ്പോഴും ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. നന്ദിയോടെ സ്തോത്രം. എല്ലാ ആൾക്കാരും കടന്നു വരും, നമ്മുടെ ഇന്ത്യക്കാരായാലും മറ്റുള്ളവരൊക്കെയും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. 84-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ അവന് വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ ഇഷ്ടം. ഹല്ലേലൂയ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ പല പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ട് ഹല്ലേലൂയ ഉപദേശിമാരായാലും മർത്തോമയിലുള്ളവരായാലും പലരും ഹല്ലേലൂയ താമസിപ്പിക്കാൻ ഇടമില്ലാതെ ഹല്ലേലൂയ ഞങ്ങൾ വന്ന് സ്വീകരിക്കാമെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ വരെയുള്ള അഡ്രസ്സ് കൊടുക്കും. പിന്നെ ആരും അങ്ങോട്ട് കയറ്റത്തില്ല. പാവങ്ങൾ അവിടെ വന്ന് കുത്തിയിരിക്കും. അവിടെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ഇവിടെ വിസിറ്റിങ്ങിന് വന്നതാണെന്ന്. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെയൊക്കെയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഞാൻ പോലും അറിയാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ വിളിച്ചു കൊണ്ടുപോയി അവർക്ക് നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പല കാലം ഈ സഭയിൽ ഈ ഹല്ലേലൂയ പ്രയർ ഗ്രൂപ്പിൽ കടന്നു വന്ന് ഈ ദൈവത്തെ ഒന്ന് ഉയർത്തുവാൻ ആ 91 മുതൽ ഇതുവരെയുള്ള ആ സ്നേഹം പ്രിയ ആൻറ്റിയുടെ ഹല്ലേലൂയ മണിയാൻറ്റിയുടെയും അല്ലെ പ്രിയ രാമച്ചാൻ്റെയും ഹല്ലേലൂയ ഈ കൂട്ടായ്മയുടെയും കർത്താവിൻ്റെ ദാസനെ ഞാൻ അന്ന് കണ്ടിട്ടുള്ളതാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഇവിടെയുണ്ട്. നന്ദിയോടെ സ്തോത്രം. അങ്ങനെ കാണുവാനും ദൈവത്തെ മൂത്തപ്പെടുത്താൻ തന്ന എല്ലാ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ഈ അവസരം തന്ന പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ പ്രയർ ഗ്രൂപ്പിനോടുള്ള ഞങ്ങളുടെ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവമക്കളെവരും പ്രാർത്ഥിക്കണം. ഈ 23-ാം തീയതി 6 മണിക്ക് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. എമിറേറ്റ്സിന് ഞങ്ങൾ ഡാളസിലേക്ക് കടന്നു പോകും. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകം ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരുന്നുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാവിലെ മുതൽ ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഏലിയാവിൻ്റെ എലീശയുടെയും ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളുടെ യാത്രയ്ക്കൊരു പുറപ്പാടുണ്ട് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതോർത്ത് സ്തോത്രം. നിന്ന് ഉരുട്ടിക്കളഞ്ഞ കാൽവറി ക്രൂശിൽ നിന്നാണല്ലോ ഞങ്ങൾ പുറപ്പെടേണ്ടത്. ബേഥേലിൽ ദൈവത്തെ ആരാധിച്ച എരിഹോവിൻ്റെ പ്രതിസന്ധികളെ താണ്ടി യോർദാൻ അക്കരെ ഞങ്ങൾക്കൊരു എടുക്കപ്പെടലുണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന പറയാൻ കർത്താവിൻ്റെ ദാസനെ സഹായിച്ചല്ലോ. അമേരിക്കൻ ഡാളസിൽ കുടുംബമായിട്ട് കർത്താവ് ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിഞ്ഞ നാളിലെടുത്ത് ഉപയോഗിച്ചോർത്ത് സ്തോത്രം. അനേക ദൈവമക്കളെ സഹായിക്കുവാൻ കരുതുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിച്ചല്ല കർത്താവേ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും പദവിയുമാണല്ലോ. അവരെ നീ കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. അവരുടെ മടക്കയാത്രയെ കർത്താവ് കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഞങ്ങളെല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടുത്ത ആഴ്ച കൂടി ഒരു ഓളതിൻ്റെ ചിറകിടിയിൽ സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം
സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ ജീവനോടി ഭൂതലെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ജീവനോടി ഭൂതലെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ഗീതാസ്വരത്തോടും അപ്പോടും കൂടി ഗീതാസ്വരത്തോടും അപ്പോടും കൂടി വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും തുല്യരാ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും തുല്യരാ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാമവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാമവർക്ക് കർത്താവു ഗംഭീരനാദത്തോടോ പ്രധാന ദൈവ ദൂതശബ്ദത്തോടോ കർത്താവു ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഹല്ലേലൂയ 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 Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്